ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബിന്ദുജി ഇല്ല. ബിന്ദുജി ഒരു ചെറിയ വലിയ ട്രിപ്പ് പോയേക്കാണ് അവൾ. ഞാനും സൂര്യ രാഹുലുമാണുള്ളത്. രാഹുൽ അവിടെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഊബറിൻ്റെ ബസ് സ്റ്റോപ്പ് വരെ ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് പ്ലാന്. ഇമാരടുത്ത് ബൈക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇച്ചിരി പിന്നാമ്പുറം കണ്ട് ആരും ഞെട്ടണ്ട. ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങ് ബാംഗ്ലൂരിലാണുള്ളത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. കഥയൊക്കെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വഴി. വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ വരണ വഴി. അതിനും റീസൺ ഉണ്ട്, പറയാം. ചെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പായതുകൊണ്ട് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ ഒരു ഗീ റോസ്റ്റാണ് പറഞ്ഞത്. അവർ മസാല ദോശ പൂരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര പൊങ്കലാണ് ഇരിക്കുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സൂര്യയുടെ അനിയുടെ റൂമിലേക്കാണ് പോണത്. അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ശേഷം നല്ല ടയേർഡായിരുന്നു അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട്. ഞങ്ങൾ ചെന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇറങ്ങി. എന്തോ ബനാർക്കട്ട ബയോളജിക്കൽ നാഷണൽ പാർക്ക് അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ എന്നാന്ന് ചോദിച്ചാൽ, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത 2 ബസ്സാണ്, ബാംഗ്ലൂർക്ക് ബുക്ക് ചെയ്ത 2 ബസ്സാണ് ക്യാൻസൽ ആയത്. എന്തോ സ്ട്രൈക്കാണ് പറഞ്ഞത് അവർ. ഇത് തിരിച്ചു പോരാൻ, പെട്ടിയും കിടക്കെടുത്ത് തിരിച്ചു പോരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം കർണാടക രജിസ്ട്രേഷൻ ഒരു സ്ലീപ്പർ KSRTC വന്നു. ചേട്ടാ സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചാടിക്കയറി എത്തിയതാണ് ബാംഗ്ലൂരിലേക്ക്. അത് അവളുടെ അനീത്തിയാണ്, സൂര്യയുടെ. ദൃശ്യ എന്നാണ് പേര്. അവളവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. വീക്കെൻഡ് അല്ലായിരുന്നു എങ്കിലും നല്ല റഷ് ഉണ്ടായിരുന്നു പാർക്കിൽ. ഇത് അതിനുള്ളിലേക്ക് ഒരു 10-15 ഏക്കർ നീണ്ടു കിടക്കുന്നൊരു പാർക്കാണത്, സൂ ആണത്. അതിലേക്ക് ഇങ്ങനെ ഒരു ട്രാവലിനാണ് നമ്മളെ കൊണ്ടുപോവുക. ഫുള്ളും ചില്ലൊക്കെ വെച്ച് ഇങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട്, കാരണം ഇതൊന്നും മൃഗങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം കേട്ടോ. ഓരോരോ മൃഗത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും വണ്ടി സ്ലോ ആക്കുക ഡ്രൈവർ ചേട്ടൻ. എന്നിട്ട് ഇങ്ങനെ കണ്ടാണ് പോവുക. കുറേ മാനുണ്ടായിരുന്നു, ആന, പുലി, സിംഹം. പുലി ഉണ്ടായിരുന്നു ഒന്നുമില്ല കേട്ടോ. കടുവ, സിംഹം, കരടി, അങ്ങനെ കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടി ആന വരെ ഉണ്ടായിരുന്നു. നിറയെ മേത്തും ദേഹത്തുമൊക്കെ മണ്ണും ഇട്ട് കുറേ ചപ്പ് ചവറൊക്കെ വാരി വെതറി അങ്ങനെയായിരുന്നു എല്ലാം നിൽക്കണുണ്ടായിരുന്നത്. കരടി കണ്ടില്ലേ, വണ്ടി പോകുന്ന വഴിയാണ്, എന്നിട്ട് ഒരു മൈൻഡ് കൂടിയില്ല, അങ്ങനെ ഇരിക്കുകയാണ്. കുറേ കരടി കുട്ടന്മാരുണ്ടായിരുന്നു. എല്ലാത്തിനെയും കണ്ടു കേട്ടോ. അതേ പോകുന്ന കണ്ടില്ലേ, ഇത് പിന്നെ കടുവ, ഇത് സിംഹം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു 2 മണിക്കൂർ എന്തോ ഉണ്ട് അതിനകത്ത് ഫുള്ള് ചുറ്റി കാണാൻ തോന്നുന്നു. അത്രയ്ക്ക് നീണ്ടു നിരന്ന് കിടക്കുന്ന ഒരു പാർക്കാണത്. ബാംഗ്ലൂർ പോയവരൊക്കെ മേ ബി പോയിട്ടുണ്ടാവും. ഞാൻ ബാംഗ്ലൂർ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ പോണത്. എന്താ പറയുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ടയേർഡായിരുന്നു കേട്ടോ. ഇനി